വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് അല്ലെങ്കിൽ ബിസിനസ് മോഡൽസ് ഓഫ് ഇ കൊമേഴ്സ് മോഡൽസ് എന്നൊക്കെ അതിനെ പറയും. അപ്പോൾ എന്താണ് ഇ കൊമേഴ്സ് മോഡൽസ് എന്നുള്ളത് നോക്കാം. ഇ കൊമേഴ്സ് ഓപ്പറേറ്റ്സ് ത്രൂ സെവറൽ ബിസിനസ് മോഡൽസ് ഡിപ്പെൻഡിങ് ഓൺ ഹൂ ഈസ് സെല്ലിംഗ് ആൻഡ് ഹൂ ഈസ് ബൈയിങ്. അതായത് ഇ കൊമേഴ്സിനെ നമ്മൾ ക്ലാസിഫിക്കേഷൻ ചെയ്യുകയാണ് ഇവിടെ ചെയ്യുന്നത് ഡിഫറെൻറ്റ് മോഡലായിട്ട്. എങ്ങനെയാണ് ഈ ക്ലാസിഫിക്കേഷൻ നമ്മൾ ചെയ്യുന്നത്? ആരാണ് ഇവിടെ സെയിൽസ് നടത്തുന്നത്, ആരാണ് ഈ പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ സർവീസസ് വാങ്ങുന്നത്, ഓക്കെ, അതിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഈ ഡിഫറെൻറ്റ് ബിസിനസ് മോഡൽസ് ആയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ടൈപ്സ് ഓഫ് ഇ കൊമേഴ്സ് മോഡൽസ് എന്ന് പറയുന്നത് ബി ടു സി, ബി ടു ബി, സി ടു സി, സി ടു ബി, ബി ടു ജി, ബി ടു ഇ, എം കൊമേഴ്സ് അങ്ങനെയൊക്കെയാണ്. ഇനി നമുക്ക് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് നോക്കാം. ഫസ്റ്റ് വൺ ബിസിനസ് ടു കൺസ്യൂമർ, ബി ടു സി മോഡൽ എന്ന് പറയും. ബിസിനസ് സെൽസ് പ്രോഡക്റ്റ്സ് ഓർ സർവീസസ് ഡയറക്ട്ലി ടു കൺസ്യൂമേഴ്സ് ഓൺലൈൻ. ബി ടു സിയിൽ ചെയ്യുന്ന എന്താണ്? ബിസിനസ് എൻ്റർപ്രൈസ് കൺസ്യൂമേഴ്സിന് ഡയറക്റ്റായിട്ട് പ്രോഡക്റ്റ്സോ സർവീസസോ ഓൺലൈനായിട്ട് സെയിൽ ചെയ്യാമെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ബിസിനസ് കൺസ്യൂമേഴ്സിനാണ് ഈ പറയുന്ന സെയിൽസ് നടത്തുന്നതെന്നുണ്ടെങ്കിൽ അതിനെയാണ് ബി ടു സി മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു മോഡൽ പ്രകാരം കസ്റ്റമേഴ്സ് എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ബിസിനസ് എൻ്റർപ്രൈസിൻ്റെ വെബ്സൈറ്റ് അവർ വിസിറ്റ് ചെയ്യുന്നു, അവർ ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നു, പേയ്മെൻറ്റും ഓൺലൈനായിട്ട് തന്നെ നടത്തുന്നു. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ട്, മിന്ത്ര, മീഷോ അതൊക്കെ എന്തിന് എക്സാമ്പിളാണ്? ബി ടു സിക്ക് എക്സാമ്പിളാണ്. അവിടെ ചെയ്യുന്ന കാര്യം എന്താ? കൺസ്യൂമേഴ്സ് ആ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ടാണ് ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ബിസിനസ്സിൽ നിന്നും കൺസ്യൂമറിലേക്കാണ് പ്രോഡക്റ്റ്സ് അല്ലെങ്കിൽ സർവീസസ് സെയിൽസ് നടത്തുന്നത്. ഇനി ഈ ബി ടു സി മോഡലിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലോവസ്റ്റ് ആയിട്ടുള്ള മാർക്കറ്റിംഗ് കോസ്റ്റ് വരെ ഇതിനാവുന്നുള്ളൂ. കാരണം നമ്മളെല്ലാം ഓൺലൈനായിട്ടാണ്. സോ നമുക്കൊരു ഫിസിക്കലായിട്ടൊരു സ്പേസിൻ്റെ ഒന്നും കാര്യമില്ല ആ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി. അപ്പോൾ മാർക്കറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ലോവസ്റ്റ് ആണ്. ഇനി അതുപോലെ തന്നെ ഓർഡർ പ്രോസസ്സിംഗ് കോസ്റ്റ് എന്ന് പറയുന്നതും ലോവസ്റ്റ് ആണ്. ഓൺലൈനായിട്ടാണ് നമ്മൾ ഓർഡർ പ്ലേസ് ചെയ്യുന്നത്. സോ പ്രോസസ്സിംഗ് കോസ്റ്റ് അവിടെ ലോവസ്റ്റ് ആണ്. ബെറ്റർ ആയിട്ടുള്ള കസ്റ്റമർ സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കൂടുതൽ മാർക്കറ്റ് ആക്സസ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇനി ഇതുപോലെ ഇതിനെക്കുറിച്ച് ഡീമെറിറ്റ്സ് വരുന്നത് എന്താണെന്ന് വെച്ചാൽ കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം സെക്യൂരിറ്റി ഇഷ്യൂസ്, പ്രോബ്ലംസ് വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ബിസിനസ് എൻ്റർപ്രൈസസിനെ സംബന്ധിച്ചിടത്തോളം ഓൺലൈനായിട്ട് ഇതുപോലെയുള്ള ബിസിനസ് കണ്ടക്ട് ചെയ്യുന്ന ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് അവർക്കുണ്ട്. അപ്പോൾ അവർ സിവിയർ കോമ്പറ്റീഷൻ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. പിന്നെ അതുപോലെ തന്നെ കൺസ്യൂമേഴ്സുമായിട്ട് ഡയറക്റ്റ് ആയിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ എന്ന് പറയുന്നത് ഇവിടെ പോസിബിൾ ആവുന്നില്ല. ഓക്കെ, അടുത്ത മോഡലാണ് ബിസിനസ് ടു ബിസിനസ് അല്ലെങ്കിൽ ബി ടു ബി മോഡൽ. വൺ ബിസിനസ് സെൽസ് പ്രോഡക്ട്സ് സർവീസസ് ടു അനദർ ബിസിനസ്. അപ്പോൾ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഒരു ബിസിനസ് മറ്റൊരു ബിസിനസ് എൻ്റർപ്രൈസിലേക്കാണ് സാധനങ്ങളും അല്ലെങ്കിൽ സർവീസസും സെയിൽസ് നടത്തുന്നതെന്ന് വിചാരിക്കുക. അതിനെയാണ് ബി ടു ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഓരോ മോഡൽസിൻ്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും അവിടുത്തെ പാർട്ടീസ് ആരൊക്കെയാണെന്നുള്ളത്, അല്ലേ? ഇപ്പോൾ ഇവിടെ ബിസിനസ് ടു ബിസിനസ് എന്ന് പറയുമ്പോൾ ഒരു ബിസിനസ് എൻ്റർപ്രൈസ് വേറൊരു ബിസിനസ് എൻ്റർപ്രൈസിലേക്കാണ് പ്രോഡക്റ്റ്സ് സെയിൽസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ബി ടു ബി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ബിസിനസ് സ്ഥാപനങ്ങൾ തമ്മിലാണ് പരസ്പരം ട്രാൻസാക്ഷൻസ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എങ്ങനെയായിരിക്കും? ബൾക്കായിട്ടുള്ള ക്വാണ്ടിറ്റീസ് ആയിട്ടായിരിക്കും അവിടെ ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുക. ലോങ് ടൈം കോൺട്രാക്റ്റ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. ഇപ്പോൾ ഈ ഒരു ബി ടു ബി മോഡലിന് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യ മാർട്ട് എന്നൊക്കെ പറയുന്ന ആപ്ലിക്കേഷൻ ഇതിനൊരു എക്സാമ്പിളാണ്. ഈ ഒരു പ്ലാറ്റ്ഫോം അതിനുള്ള ഒരു എക്സാമ്പിളാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ മാർട്ടിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബിസിനസ് വേറുള്ള ബിസിനസ് എൻ്റർപ്രൈസിലേക്കാണ് പ്രോഡക്ട്സും സർവീസസും ഒക്കെ സെയിൽസ് നടത്തുന്നത്. ഇനി ഈ ഒരു മോഡലിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ കൂടുതൽ മാർക്കറ്റ് സ്റ്റെബിലിറ്റി, അതായത് ബിസിനസ് എൻ്റർപ്രൈസ് തന്നെയാണ് അവരുടെ കൺസ്യൂമേഴ്സ് എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, അവർക്ക് എപ്പോഴും ഒരു മാർക്കറ്റ് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കും. അവരുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് ഇവിടെ കുറയില്ല എന്നതാണ് പറഞ്ഞത്. കോസ്റ്റ് എന്ന് പറയുന്നത് ലോവസ്റ്റ് ആണ്. കാരണം പേപ്പർ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നുമില്ല, എല്ലാം ഡിജിറ്റലായിട്ടാണ്, ഓൺലൈനായിട്ടാണ് ചെയ്യുന്നത്. സോ കോസ്റ്റ് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല രീതിയിലുള്ള കസ്റ്റമർ സപ്പോർട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നുണ്ട്. ഇനി ഇതിനെക്കുറിച്ച് ഡീമെറിറ്റ്സ് ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ ലിമിറ്റഡ് മാർക്കറ്റ് ആക്സസ് മാത്രമേ ഉള്ളൂ. കാരണം ഇവരുടെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് മറ്റുള്ള ബിസിനസ് എൻ്റർപ്രൈസസ് ആണ്, ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് അല്ല. അപ്പോൾ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിലേക്ക് ഇവർക്ക് എത്തിപ്പെടാനായിട്ട് സാധിക്കുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ബിസിനസ് എൻ്റർപ്രൈസുകൾ തമ്മിലുള്ള ട്രാൻസാക്ഷൻസ് ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു ഡിസിഷൻ മേക്കിംഗ് എന്ന് പറയുന്നത് വളരെ ലെങ്തിയാണ്. അപ്പോൾ ഡിസിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ലെങ്തിയായി ഡിലേ ആവാനായിട്ടുള്ളൊരു ചാൻസ് അവിടെ ഉണ്ട്. അതായത് ഡിസിഷൻ മേക്കിങ്ങിൽ ഡിലേ വരാനായിട്ടുള്ളൊരു ചാൻസ് ഇവിടെ ഉണ്ട് എന്നതാണ് പറയുന്നത്. അടുത്തത് സി ടു സി അല്ലെങ്കിൽ കൺസ്യൂമർ ടു കൺസ്യൂമർ. കൺസ്യൂമർ സെൽ ഡയറക്ട്ലി ടു അതർ കൺസ്യൂമേഴ്സ് യൂസിങ് ആൻ ഓൺലൈൻ പ്ലാറ്റ്ഫോം. ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കൂടി ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമർ മറ്റുള്ള കൺസ്യൂമേഴ്സിന് ഡയറക്റ്റ് ആയിട്ടാണ് പ്രോഡക്റ്റ്സ് സെയിൽ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതിനെയാണ് സി ടു സി എന്ന് പറയുന്നത്.
ഓക്കെ, അപ്പോൾ ഈ ഒരു മോഡൽ പ്രകാരം ഇൻഡിവിജ്വൽസിന് എന്ത് ചെയ്യാം, അവർക്ക് എന്ത് പ്രോഡക്റ്റ്സാണ് അവരുടെ കയ്യിൽ വിൽക്കാനുള്ളത് അത് അവർക്ക് ഈസി ആയിട്ട് ലിസ്റ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ട് അവരുടെ ആ പ്രോഡക്ട്സിന് ഡിമാൻഡ് ചെയ്യുന്നവർ ബയ്യേഴ്സ് ആരൊക്കെയാണെന്നുള്ളതും ഓൺലൈനിൽ കണ്ടെത്താനായിട്ട് സാധിക്കും. ബെസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ OLX ആണ്. ഓക്കെ, OLXൽ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എന്തെങ്കിലും പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ വിൽക്കാനുണ്ടെങ്കിൽ നമുക്കത് ഒരു OLXൽ നമ്മുടെ ആ ഒരു പ്രോഡക്റ്റ് ലിസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന് ആവശ്യക്കാരുണ്ടായിരിക്കും. അപ്പോൾ ബയ്യേഴ്സ് എന്ത് ചെയ്യുന്നു, ഇത് സെർച്ച് ചെയ്തിട്ട് അവർക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ് ആണെങ്കിൽ അവർ കോൺടാക്ട് ചെയ്യുന്നു. അതിൽ കൂടി നമുക്ക് ആ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ കൺസ്യൂമേഴ്സ് തമ്മിലാണ് പരസ്പരം ഈ പറയുന്ന കൊമേഴ്സ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെയാണ് C2C മോഡൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ പ്രൈസ് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമറാണ്. സോ അതുകൊണ്ട് തന്നെ അയാൾ ഒരുപാട് ഹയസ്റ്റ് ആയിട്ടുള്ള പ്രൈസൊന്നും ആയിരിക്കില്ല അവിടെ സെയിൽസ് നടത്തുന്നത്. സോ പ്രൈസ് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻ്റർമീഡിയറി കോസ്റ്റ് അവിടെ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. കൺസ്യൂമേഴ്സ് ഡയറക്റ്റ് ആയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യുന്നത്. സോ അവിടെ ഇൻ്റർമീഡിയറി ആയിട്ട് അവിടെ ആരും തന്നെ ഇല്ല, അല്ലെങ്കിൽ തേർഡ് പാർട്ടീസ് ആരും തന്നെ അതിൽ ഇൻവോൾവ്ഡ് ആവുന്നില്ല. സോ ആ ഒരു കോസ്റ്റ് നമുക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ടും സാധിക്കും. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ക്വാളിറ്റി, അതായത് നമുക്ക് കിട്ടുന്ന ഒരു പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് നമുക്ക് ഒരു ഉറപ്പും ഉള്ള കാര്യമല്ല. ക്വാളിറ്റി ചിലപ്പോൾ കുറയാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ വാറണ്ടിയോ കാര്യങ്ങളോ ഒന്നും നമുക്ക് കിട്ടാനായിട്ടുള്ള ചാൻസ് ഇല്ല. പിന്നെ അതുപോലെ വേറൊരു ഇൻഡിവിജ്വലിൻ്റെ കയ്യിൽ നിന്നാണ് നമുക്ക് പേയ്മെൻറ്റ് കിട്ടേണ്ടത്. സോ ആ ഒരു പേയ്മെൻറ്റിൽ അൺസർട്ടനിറ്റി ഉണ്ട്, അല്ലെങ്കിൽ അവിടെ ഒരു റിസ്ക് ഉണ്ട്. ആ ഒരു പേയ്മെൻറ്റ് കിട്ടാതിരിക്കാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് അതിൻ്റെ ഡീമെറിറ്റ്സ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ C2B, കൺസ്യൂമർ ടു ബിസിനസ് മോഡൽ. ഹിയർ ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സ് ഓഫർ പ്രോഡക്റ്റ്സ് ഓർ സർവീസസ് ടു ബിസിനസ്. ഇവിടെ ഇൻഡിവിജ്വൽസ് ആണ് എന്ത് ചെയ്യുന്നത്, ഇൻഡിവിജ്വൽസിൻ്റെ കൈവശമുള്ള പ്രോഡക്റ്റോ സർവീസസോ ബിസിനസ് എൻ്റർപ്രൈസിലേക്ക് സെയിൽ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ഇതിനെയാണ് C2B മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ ബിസിനസ് എൻ്റർപ്രൈസസ് എന്ത് ചെയ്യുന്നു, ഇൻഡിവിജ്വൽസിന് അവർ ചെയ്യുന്ന വർക്കിന് അല്ലെങ്കിൽ അവരുടെ ഐഡിയയ്ക്ക് അല്ലെങ്കിൽ അവരുടെ കോണ്ടൻറ്റിന് പേയ്മെൻറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്വർക്ക്, ഫൈവർ ഇതൊക്കെ ഈ പറയുന്ന C2B മോഡലിന് എക്സാമ്പിളാണ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്കറിയാം ഒരുപാട് ആൾക്കാർ ഫ്രീലാൻസേഴ്സൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫറാണെന്ന് വിചാരിക്കുക. ഫോട്ടോഗ്രാഫി അറിയാവുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന വെബ്സൈറ്റിലൊക്കെ അയാൾക്കൊരു ഫ്രീലാൻസിങ് സർവീസ് അയാൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏതൊക്കെ കമ്പനീസിനാണോ അല്ലെങ്കിൽ ബിസിനസ് എൻ്റർപ്രൈസിനാണോ ആ ഒരു സർവീസ് ആവശ്യമുള്ളത് അവരെന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഇൻഡിവിജ്വലിനെ കോൺടാക്ട് ചെയ്യുന്നു. ദെൻ അവർ തമ്മിലൊരു എഗ്രിമെൻറ്റിലേക്ക് എത്തുന്നു. അപ്പോൾ അവരുടെ കോണ്ടൻറ്റ് അല്ലെങ്കിൽ ഐഡിയ അല്ലെങ്കിൽ അവരുടെ വർക്കിനെ ബേസ് ചെയ്തുകൊണ്ട് അവർക്ക് പേയ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഈ ഒരു മോഡലിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ആ ഒരു ഇൻഡിവിജ്വൽ കൺസ്യൂമേഴ്സിന് ഒരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട് അല്ലേ. അതായത് ആ ഇൻഡിവിജ്വൽ വർക്കേഴ്സിന് അവരുടെ കൺവീനിയൻറ്റ് ടൈമിൽ ഇരുന്നുകൊണ്ട് വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമുക്കിപ്പോൾ മെയിനായിട്ടുള്ള നമ്മുടെ ജോബിനൊപ്പം ഒരു സൈഡ് എന്നുള്ള രീതിയിലൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. കുറച്ചും കൂടി കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള മെത്തേഡാണ്. അതായത് അവർക്കൊരു ഫുൾ ടൈം എംപ്ലോയിനെ ഇതിനു വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഏതെങ്കിലും ഒരു ഇൻഡിവിജ്വലിനെ കണ്ടെത്തുക, പാർട്ട് ടൈം ആയിട്ട് അവർക്ക് എന്ത് ചെയ്താൽ മതി, ആ ഒരു കോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു വർക്ക് ചെയ്യിപ്പിച്ചാൽ മതി. അപ്പോൾ കോസ്റ്റ് അവിടെ അവർക്ക് റിഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം എക്സ്ട്രാ ഏണിംഗ് ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഇമ്പ്രൂവ് ചെയ്യുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഏണിംഗ് ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ് എന്താണെന്ന് വെച്ചാൽ ലാക്ക് ഓഫ് ജോബ് സെക്യൂരിറ്റി. ഈ ഒരു ജോബിന് ജോബ് സെക്യൂരിറ്റി ഒന്നും തന്നെ ഇല്ല. കാരണം അതൊരു ഫിക്സഡ് ടൈം ലോങ് ടേം ആയിട്ടുള്ളൊരു ജോബും കാര്യങ്ങളും അല്ല, ഫിക്സഡ് അല്ല. അതുകൊണ്ട് തന്നെ എപ്പോഴെങ്കിലും ഒക്കെ ആയിരിക്കും ആ ഒരു വർക്ക് കിട്ടുക. ഓക്കെ, ഇനി അതുപോലെ തന്നെ പേയ്മെൻറ്റ് ഇഷ്യൂസ് വരാനായിട്ടുള്ള ചാൻസ് അവിടെയുണ്ട്. ഹൈ കോമ്പറ്റീഷനുള്ളൊരു ഫീൽഡ് കൂടിയാണ് ഈ പറയുന്ന ഈ ഒരു മോഡൽ C2B മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, അതായത് ഒരുപാട് ആൾക്കാർ ഫ്രീലാൻസേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളവർക്കായിരിക്കും എന്ത് കിട്ടുക, ഈ പറയുന്ന വർക്ക്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. നെക്സ്റ്റ് മോഡൽ B2G മോഡൽ, അതായത് ബിസിനസ് ടു ഗവൺമെൻറ് മോഡലാണ്. അപ്പോൾ ഇവിടെ ബിസിനസ് എൻ്റർപ്രൈസസ് എന്ത് ചെയ്യുന്നു, അവരുടെ കൈവശമുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് എന്ന് പറയുന്നത് ഗവൺമെൻറ് ഏജൻസികൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പോൾ ബിസിനസ് ഗവൺമെൻറ്റിലേക്ക് സർവീസ് അല്ലെങ്കിൽ പ്രോഡക്റ്റ് സെയിൽ ചെയ്യുന്നതിനെയാണ് നമ്മൾ B2G മോഡൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഈ B2G മോഡലിൽ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഗവൺമെൻറ് ടെൻഡേഴ്സ് കംപ്ലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഓൺലൈനായിട്ടുള്ള സർവീസ് കോൺട്രാക്റ്റുകളും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും ഈ B2G മോഡൽ യൂസ് ചെയ്യുന്നത്. ഈ B2E മോഡൽ എന്താണെന്ന് നോക്കാം. ബിസിനസ് ടു എംപ്ലോയി. ബിസിനസ്സസ് യൂസ് ഓൺലൈൻ സിസ്റ്റംസ് ടു മാനേജ് എംപ്ലോയി റിലേറ്റഡ് സർവീസസ്. അതായത് ഒരു ബിസിനസ് എൻ്റർപ്രൈസ് അവരുടെ എംപ്ലോയീസിന് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് വേണ്ടി ഒരു ഇൻറ്റേർണൽ ഓൺലൈൻ സിസ്റ്റമാണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതിനെയാണ് B2E എന്ന് പറയുന്നത്.
ഓക്കെ, അവരുടെ സാലറിയോ അല്ലെങ്കിൽ അവർക്ക് ഓൺലൈൻ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക, കമ്പനിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അനൗൺസ്മെൻറ്റ് കാര്യങ്ങൾ, അതൊക്കെ ഒരു ഓൺലൈൻ സിസ്റ്റം വഴിയായിട്ടാണ് ഈ എംപ്ലോയീസിന് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ഒരു മോഡലിനെയാണ് B2E എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ എംപ്ലോയീസിൻ്റെ സാറ്റിസ്ഫാക്ഷൻ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. കാരണം ഓൺലൈൻ ട്രെയിനിങ്ങും കാര്യങ്ങളും അല്ലെങ്കിൽ അവരുടെ സാലറി റിലേറ്റഡ് ആയിട്ടുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കൂടി പ്രൊവൈഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ എംപ്ലോയീസിനെ ഒന്നും കൂടി സാറ്റിസ്ഫൈഡ് ആക്കാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. അതുപോലെ കമ്പനിയുടെ ഒരുപാട് ടൈം അവിടെ സേവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇൻഡിവിജ്വലായിട്ട് അവരെ ഇൻഫോം ചെയ്യുന്നതിന് പകരം എന്ത് ചെയ്താൽ മതി, ആ ഒരു സിസ്റ്റം വഴി എല്ലാ എംപ്ലോയീസിലേക്കും ഒരേപോലെ തന്നെ ആ ഇൻഫർമേഷൻ എത്തിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നുണ്ട്. സോ കമ്മ്യൂണിക്കേഷൻ എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും കൂടി ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈ ഒരു B2E മോഡൽ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് സെറ്റപ്പ് കോസ്റ്റ് എന്ന് പറയുന്നത് ഹയസ്റ്റ് ആണ്. അതിന് വേണ്ടി വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. സോ അതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഹയറാണ്. ഡാറ്റ സെക്യൂരിറ്റി റിസ്ക് ഉണ്ട്. കാരണം കമ്പനിയുടെ ഇൻഫോർമേഷൻസ് ഒക്കെ ഈ പറയുന്ന വെബ്സൈറ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ആ ഒരു ആപ്ലിക്കേഷനിൽ ഉണ്ടായിരിക്കും. സോ അവിടെ അത് ഹാക്കിങ്ങോ കാര്യങ്ങളൊക്കെ നടത്തിയാൽ നമ്മുടെ ഡാറ്റ മുഴുവൻ നഷ്ടപ്പെട്ടു പോകാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ എംപ്ലോയീസിന് ഈ പറയുന്ന മോഡൽ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൂടി പ്രൊവൈഡ് ചെയ്തെങ്കിൽ മാത്രമേ അത് സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള ട്രെയിനിങ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. ആണ് മൊബൈൽ കൊമേഴ്സ് ബിസിനസ് മോഡൽ അല്ലെങ്കിൽ M-commerce. ഇറ്റ് റെഫേഴ്സ് ടു ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഗുഡ്സ് ഓർ സർവീസസ് ത്രൂ മൊബൈൽ ഡിവൈസസ്. അതായത് നമ്മൾ മൊബൈൽ ഡിവൈസസ് യൂസ് ചെയ്തുകൊണ്ട് ഗുഡ്സോ സർവീസസോ വാങ്ങുകയോ വിൽക്കുകയൊക്കെ ചെയ്യുന്നതിനാണ് മൊബൈൽ കൊമേഴ്സ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും ചെയ്യുന്ന കാര്യം തന്നെ. നമ്മുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോണോ ടാബ്ലറ്റോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈസി ആയിട്ട് പ്രോഡക്ട്സ് അതിൽ കൂടി നമുക്ക് സെർച്ച് ചെയ്യാം. നമുക്ക് ആവശ്യമായിട്ടുള്ള വെബ്സൈറ്റ് ഏതാണോ അത് ആക്സസ് ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമായിട്ടുള്ള പ്രോഡക്റ്റോ സർവീസസോ നമുക്ക് അതിൽ നിന്നും ഈസി ആയിട്ട് വാങ്ങാവുന്നതും വിൽക്കാവുന്നതുമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള ബിസിനസ് മോഡലിനെയാണ് M-commerce ബിസിനസ് മോഡൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഈസി ആയിട്ടും വളരെ ക്വിക്കായിട്ട് നമുക്ക് ട്രാൻസാക്ഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്മാർട്ട് ഫോൺ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ ഏതൊരു ടൈമിലും എവിടെ വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. സോ വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. ഇനി ഇതിൻ്റെ ഡീമെറിറ്റ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സെക്യൂരിറ്റി റിസ്ക് അതിൽ ഇൻവോൾവ്ഡ് ആണ്. കാരണം നമ്മുടെ പേഴ്സണലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസാണ് അല്ലേ ഈ സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ഉണ്ടാവും. അപ്പോൾ അവിടെ സെക്യൂരിറ്റി റിസ്ക് വരാനായിട്ടുള്ള ചാൻസ് അവിടെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ M-commerce നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അതായത് മൊബൈൽ ഫോൺ വഴി നമുക്ക് ഈ പറയുന്ന ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഒക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്കവിടെ സ്റ്റേബിൾ ആയിട്ടുള്ളൊരു ഇൻ്റർനെറ്റ് കണക്ഷൻ വേണം. അപ്പോൾ ഇൻ്റർനെറ്റ് കണക്ഷൻ ഇല്ലയെന്ന് വെച്ചാൽ നമുക്ക് ഈ പറയുന്ന ഓൺലൈനായിട്ടുള്ള കൊമേഴ്സ് നമുക്ക് അവിടെ കണ്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല. അതായത് ഓൺലൈനായിട്ട് നമുക്ക് ബൈയിങ് ആൻഡ് സെല്ലിംഗ് എന്ന് പറയുന്നത് നടത്താനായിട്ട് സാധിക്കില്ല എന്നതാണ് പറയുന്നത്.